ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് NH 544 സോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ പല ദേശീയപാതകളും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ NH 66 തകർന്ന പോലെ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന 544 ദേശീയപാതയിലും വിള്ളലുകളും തകർച്ചയും വന്നിട്ടുണ്ട്. ഓരോ മഴക്കാലം വരുമ്പോഴും ഒരേ പ്രശ്നം. ജനങ്ങൾ ദൈനംദിന യാത്രകളിൽ ബുദ്ധിമുട്ടുന്നു, അപകടങ്ങൾ കൂടുന്നു, ആക്സിഡൻസ് കൂടുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരവും ആരും കാണുന്നില്ല. ഒരു റൈഡർ എന്ന നിലയിൽ ഓരോ പ്രാവശ്യം ബൈക്ക് ഓടിച്ചു പോകുമ്പോഴും ഈ പൊളിഞ്ഞ റോഡുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. ഇത്രയും പൈസയും ടൈമും എടുത്ത് ചെയ്യുന്ന ഈ റോഡുകൾ എങ്ങനെയാണ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വർഷങ്ങൾക്ക് മുന്നേ വരെ NH 44 അല്ലെങ്കിൽ ഇപ്പോഴത്തെ NH 544 ഏറ്റവും വലിയ ദുരിതത്തിനുള്ള പരിഹാരമായിരുന്നു ഈ കുതിരാൻ തുരങ്കം. ഇതിലൂടെ യാത്ര ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം എത്ര ബ്ലോക്ക് വരുമായിരുന്നു ഈ റൂട്ടിലൊന്ന്. വാഹനങ്ങൾ മണിക്കൂറുകളോളം പെട്ടുകിടക്കാറുണ്ടായിരുന്നു. സോ ഇതുപോലത്തെ നിർമ്മിതികളാണ് നമുക്ക് ആവശ്യം. ഇതുപോലത്തെ ടണൽസും ബ്രിഡ്ജസും ഫ്ലൈ ഓവേഴ്സും എല്ലാം നമുക്ക് വേണം. അതെല്ലാം തരേണ്ടത് സർക്കാരുകളാണ്. അതിപ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ആരായാലും നമുക്കിതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് തലയിലോട്ട് വീഴരുത് എന്നുകൂടെ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും തകരാറാവുന്ന ഈ ദേശീയപാതകൾ കാരണം ആംബുലൻസ്, ഡെയിലി ട്രാവലേഴ്സ് ഇവരെല്ലാം അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാർ ആരാണ്? എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എന്നേ ഇപ്പം ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരുകളാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. പ്രത്യേകിച്ച് റൈഡേഴ്സ് എപ്പോഴും വെയർ റൈഡിങ് ഗിയേഴ്സ്. നമ്മൾ ശീലിച്ചൊരു ശീലമുണ്ട്. റോഡിലെ അപകടങ്ങൾ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ എന്നും റൈഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ വില്ലനായി വരുന്നത് റോഡ് തന്നെയാണ്. സോ നമ്മൾ ഓൾവേസ് വെയർ റൈഡിങ് ഗിയേഴ്സ്. എന്തേലും ഇതുപോലത്തെ ക്രാക്സോ ലീക്സോ എന്തേലും റോഡിനകത്ത് കാണുകയെന്നുണ്ടെങ്കിൽ ഹസാർഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഹസാർഡ് ചിലപ്പോൾ പല ജീവനുകളും രക്ഷിച്ചെന്ന് വരാം. ഓരോ യാത്രക്കാരനും ഒരു ജീവനാണ്. ഒരു കുഴി പലപ്പോഴും ഒരു കുടുംബത്തെ ദുഃഖത്തിലാക്കാറുണ്ട്. സോ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ യാത്രകൾ പൂർണ്ണമാകും. സോ പൊളിഞ്ഞു വീഴാത്ത നല്ല റോഡുകൾ ഉണ്ടാക്കി തരേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അവരത് ഉണ്ടാക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.